വാ കേറ്. അയ്യോ സാറേ, അപ്പൊ എന്റെ സൈക്കിള്. ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ തന്നെ നന്നാക്കിച്ച് നിന്റെ പത്ര ഓഫീസിൽ എത്തിച്ചു തരും. വാ. ഇവനു. അയ്യോ ചേച്ചി. ഈശ്വര, പോലീസുകാർ വല്ലാണ്ട് ഉപദ്രവിച്ചോടാ നിന്നെ. ഏയ് ഇല്ല ചേച്ചി. ആദ്യം അവന്മാരുടെ ഉമ്മാക്ക് പറഞ്ഞു. അന്നേരം ഞാൻ പിച്ചാത്തി എടുത്ത്. അന്നേരം അവന്മാരെന്നെ പിന്നെയും കൈവെക്കാൻ തുടങ്ങിയപ്പോഴാ ദേ ഈ സാറ്. വാടാ, നിന്നെ ഈ കോലത്തിലാക്കിയത് ഏത് കൊമ്പത്ത് ഓഫീസറായാലും ശരി, അവരോട് നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ബാക്കി കാര്യം. ചേച്ചി വാടാ അങ്ങോട്ട്. അയ്യോ ചേച്ചി വേണ്ട, പ്രശ്നങ്ങളൊക്കെ തീർത്തു. ദേ ഈ സാറ് കടലാസിൽ ഒപ്പിട്ട് കൊടുത്തു. ഓഹോ, എന്ത് കടലാസ്? ഓൺ ഹൂസ് ബിഹാഫ്? ഇല്ല, പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി കൊടുത്തു. അങ്ങനെ ഇവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലാന്ന് തീരുമാനിക്കാൻ ഈ സാർ ആരാണാവോ ഇവന്റെ? മനസ്സിലായില്ല. അല്ല, ഞാൻ ഈ കുട്ടിക്ക് വെറുതെ കോടതിയും കേസും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓഹോ, എന്താ കോടതി കയറിയാല് ഇവനിങ്ങ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കളയോ മജിസ്ട്രേറ്റുമാര്? നീ മിണ്ടേടാ. അതെ, 6 അടി പൊക്കത്തിൽ ഇങ്ങനെ പന പോലെ ആകാശമുട്ട വളർന്നാ പോരാ, മരുന്നിനെങ്കിലും ഇത്തിരി ഒരു തന്റെ ഇടം വേണം ആണുങ്ങളായാല്. വാടാ നടക്ക്. ജസ്റ്റ് മിനിറ്റ്. അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പറയാനോ. എന്താ ഇപ്പൊ എവിടേക്കാ നിന്റെ ഈ പടപ്പുറപ്പാട്? ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇതാ, ഇവനെ കരുതി അകത്തൊരു കടലാസ് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള ഒരൊറ്റ ബാധ്യതയിൽ ഐ ബിലീവ് ഐ ഹാവ് എ റൈറ്റ് ടു നോ. ഓഹോ, അവകാശം അല്ലേ? എക്സാക്ട്ലി. Then you just listen. ദാ, ഇവന്റെ ഈ ദേഹത്ത് കൈയെടുത്ത് വെച്ച ആ അവന്മാരുണ്ടല്ലോ, അവരിലൊരു ഒറ്റൊരുത്തിന് വെറുതെ പോകാൻ പോണില്ല. നോക്കിക്കോ. പിന്നെ രക്ഷകനായിട്ട് അവതരിച്ച നിങ്ങളും. ഇനി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും ശരി, ഐ എം ടേക്കിംഗ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ടു കോർട്ട്. ഓ ഗോഡ്. എന്താ, എന്ത് പറ്റി ദൈവത്തിന്? അല്ല, കാണാൻ നല്ല ചന്തം. ഏയ് മിസ്റ്റർ, മൈൻഡ് യുവർ. പക്ഷെ ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് കെട്ടിയിറക്കുമ്പോ ഒരു ലേശം മരുന്നിനെങ്കിലും 1 ഔൺസ് കോമൺ സെൻസ് തന്റെ തലയ്ക്കുള്ളിൽ സ്റ്റഫ് ചെയ്ത് വെക്കാറുന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചു പോയതാ പരമ്പുരുഷനോട്. കോമൺ സെൻസ് ഇല്ല നിനക്ക്. കോടതി കയറ്റിയാല് ഏറിയാൽ ഇവനെ തല്ലിച്ചതച്ചവർക്ക് ഒരു താക്കീത്. അതല്ലെങ്കിൽ പിന്നെ പത്രങ്ങളിലെ ഉഷ്ണമാവിന് തണുക്കുവോളം കേസ്. അതിന്റെ ടയറിംഗ് ഡെലിബറേഷൻസ്. ഒടുവിൽ സർക്കിളിനെ കുത്താൻ കത്തിയെടുത്ത ജുവനൈൽ ക്രിമിനലിനെ ബി ഇറ്റ് ഇൻ സെൽഫ് ഡിഫൻസ് ഓർ നോട്ട്, ദുർഗുണ പരിഹാര പാഠശാലയിൽ അയച്ച് ശുദ്ധീകരിച്ചെടുക്കാൻ വിധിന്യായത്തിൽ ഉദാരമായ വ്യവസ്ഥ. എന്താ, അങ്ങനെ ഒരു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തേ മതിയാവൂ എന്ന് നിർബന്ധമുണ്ടോ ഈ പാവത്തിന്? എന്താ നാവ് മരച്ചുപോയതെനിക്ക്. ആ, തന്റെ പേരെന്താന്നാ പറഞ്ഞത്? പറഞ്ഞില്ല. ഓഹോ, എന്നാലൊന്ന് തിരുവായി മുഴിയണം. പറയടാ, എന്തായി ചേച്ചിയുടെ പേര്? ചേച്ചി. ഓ, അപ്പൊ അതാണ് വിത്ത്. ദേവു പണ്ട് വയനാടൻ ചുരങ്ങളിൽ ആയുധമെടുത്ത് ഷേഗുവേര സ്റ്റൈലിൽ ഗറില്ല വാർഫെയറിന് ഇറങ്ങിപ്പുറപ്പെട്ട ശേഖരന്റെ മകൾ. ജാഗ്രതയുടെ ജീവാത്മാവും പരമാത്മാവുമായ ചീഫ് എഡിറ്റർ ശേഖരേട്ടന്റെ ഒറ്റപുത്രി ദേവിക ശേഖർ അല്ലേ? അച്ഛനെ പരിചയമില്ല, പക്ഷെ കേട്ടറിയും ഒരുപാട്. ജാഗ്രതയുടെ കഴിഞ്ഞ വീക്കെൻഡില് വിയ്യൂരിലെ സ്ത്രീ തടവുകാരെ കുറിച്ച് താൻ എഴുതിയ സ്റ്റോറി കാണിച്ചിട്ട് കേരള രശ്മിയിലെ വാര്യരാ പറഞ്ഞത് ഈ ദേവിക ശേഖർ ശേഖരേട്ടന്റെ മകളാണ്. അല്ല, എനിക്ക് ഹേയ്, അങ്ങനെ പറഞ്ഞാ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓട്ടടാ. ആ, പിന്നെ തന്റെ ലേഖനം, ഇറ്റ് വാസ് ബ്രില്യന്റ്, ഹാഡ് എ വെരി റെയർ ബ്രീഡ് ഓഫ് ലാംഗ്വേജ് ആൻഡ് സം വെരി റിബല്യസ് ഇൻസൈറ്റ്സ്. പക്ഷെ ഒരൊറ്റ കുഴപ്പമുണ്ട്. ആണുങ്ങളെ കുറിച്ച് അവിടെ ചില സ്നൈഡ് റിമാർക്സ്. മുമ്പേ പറഞ്ഞില്ലേ, 6 അടി പൊക്കവും ആണത്വവും തമ്മിലൊരു കോറിലേഷൻ. അതുപോലെ ചില ക്ലീഷേ ഒബ്സർവേഷൻസ്. അത് പക്ഷെ നിന്റെ ഈ പ്രായത്തിന്റെ മാറും. ആണിനെ അടുത്ത് പരിചയപ്പെടുമ്പോ അറിയാതെ മാറിക്കോളും. നമുക്ക് മാറ്റിയെടുക്കാം. We'll meet. Okay. പിന്നെ we will meet. ആരടാ ഇയാള്, നിന്റെ ഈ രക്ഷകൻ? ആ, ചോദിച്ചപ്പോ പണ്ടെന്നെ പോലെ പത്രം വിറ്റ് നടന്ന ഒരാളാന്ന് പറഞ്ഞു. അയ്യടാ, പത്രം വിറ്റ് നടന്ന ആളെ, ചുമ്മാ നമ്പര്. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടമായല്ലേ? അല്ല, ആളോട് ചെറിയൊരു ഇത് നടക്കങ്ങോട്ട്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. May I come in? Yes.
വയറാണ്. ആ വരണം മാഷ്, വന്നോളൂ. വരണം. അല്ല, ദേഹക്ഷതൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഹേയ്, ഇരിക്കാം. വേണ്ട, ഇരിപ്പ് മുഷിയും. അല്ലേടോ? ഐ എം ഓൾ റൈറ്റ്. കേട്ടോ നന്ദഗോപാൽ, അതിങ്ങ് തരൂ. വസുന്ധര തമ്പിക്ക് ശുദ്ധവാശി, കൊടുത്തേ തീരൂന്ന്. പാടില്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. പക്ഷെ അത് കാര്യമാക്കാണ്ട് ഇവരെ ഡെസ്കിൽ ഒരു ഹെഡിങ് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നടന്ന സംഭവങ്ങൾ എന്താ വെച്ചാല് നന്ദൻ തന്നെ ഒന്ന് വിവരിച്ചു കൊടുത്തോളൂ. പ്ലീസ് മിസ്റ്റർ നന്ദൻ, സംഭവത്തിന്റെ ശരിക്കും ഒരു ഫ്രെയിം ടു ഫ്രെയിം അക്കൗണ്ട് അതാ നമുക്ക് വേണ്ടത്. സ്ട്രേറ്റ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത്. ദാ ഈ കുട്ടി കുറിച്ചെടുത്തോളൂ. നോ, വേണ്ടാന്ന് ഞാൻ ബ്യൂറോയിലെ രാമവർമ്മയോട് പ്രത്യേകം പറഞ്ഞിരുന്നാണല്ലോ മാഡം. ബട്ട് നന്ദൻ, പ്ലീസ്, ദ സ്റ്റോറി സ്റ്റാൻഡ് സ്കിൽ. ആൻഡ് ലുക്ക്, പത്രസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന മഹാവേന്ദ്രന്മാർക്കും പിന്നെ പത്രമുതലാളിമാർക്കും സ്വന്തം വീരകൃത്യങ്ങൾ എഴുതി പൊലിപ്പിക്കുവാനുള്ള വെറും കടലാസായി തരം താണു പോകാൻ പാടില്ല ഒരു പത്രവും. ദാറ്റ്സ് മൈ സ്റ്റാൻഡ്. ദാ കണ്ടില്ലേ, നിലവിളക്ക് കൊളുത്തി തലപ്പന്ത് കളി ഉദ്ഘാടനം, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് ബേസ്ഡ് ഈർക്കിലി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബൂത്ത് തല സമ്മേളനം. ഇങ്ങനെ എന്തിന്റെങ്കിലും ഒക്കെ പേരിൽ സ്വന്തം മോന്തായം ദിവസവും പത്രത്തിൽ അച്ചടിച്ചു വരണമെന്ന് രാഷ്ട്രഭൂമി മാനേജിംഗ് ഡയറക്ടർ നരേന്ദ്രനെ പോലെ നമ്മളും ദുർവാശി പിടിച്ചാലുണ്ടല്ലോ മാഡം. ഇനി അങ്ങനെ കൂടി അധപ്പതിച്ചു പോവും കേരളരശ്മി. ഇന്ന് ഏതായാലും ഭാഗ്യം, ദാ നരേന്ദ്രന്റെ മോന്തയ്ക്ക് പകരം അമേരിക്കൻ പ്രസിഡന്റിന്റെ പട്ടിയുടെയും പിന്നീട് സിംഹവാലിന്റെയും പടമാ ഇന്നത്തെ രാഷ്ട്രഭൂമിയുടെ ഫ്രണ്ട് പേജിൽ പ്രോമിനന്റ്. ദൈവാധീനം. സോ ആസ് ഐ സെഡ് മാഡം, ദ സ്റ്റോറി സ്റ്റാൻഡ്സ് സ്കിൽഡ്. കുട്ടി പോയിക്കോളൂ. സർ. ബട്ട് മിസ്റ്റർ നന്ദൻ, യെസ്, can I ask you a personal question? ലൈക്ക് ദാ ഇന്നത്തെ സംഭവം ആരും അല്ലാതെ റോഡിൽ പത്രം വിറ്റ് നടക്കുന്ന ഒരു തെണ്ടി ചെക്കിന് വേണ്ടിയിട്ട് മിസ്റ്റർ നന്ദനെ പോലെ സോഷ്യലി റെസ്പെക്ടഡ് ആയിട്ടുള്ള ഒരാള്, അതും പബ്ലിക്കായിട്ട് പോലീസിനോട് ഒരു ഫിസ്റ്റ് ഫൈറ്റിന് നിൽക്കാന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ ഈ അസോസിയേറ്റ് എഡിറ്റർക്ക് ഇത് എന്ത് പറ്റി വസു? ഈസ് ഹി ദിസ് ചീപ്പ് എന്നൊക്കെ വിമൻസ് വേൾഡിലെ വിമലാശങ്കർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചപ്പോ ശരിക്കും തൊലി ഉരിഞ്ഞുപോയി എനിക്ക്. ആൻഡ് ഐ ഫെൽ സോ അഷെയിംഡ്. ഓ ഐ സീ. ശരിക്കും എന്തിനാ മിസ്റ്റർ നന്ദൻ ഈ കണ്ട സ്ട്രീറ്റ് ഏർച്ചൻസിനോടൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഒരു കമ്മിറ്റ്മെന്റ്? എന്തിനാ നന്ദൻ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഇൻഡിഗ്നേഷൻ? മാഡം ദാ ഇപ്പൊ പറഞ്ഞില്ലേ, ആരുമല്ലാത്തവൻ വെറുതെ പത്രം വിറ്റ് കിടക്കുന്ന തെരുവ് തണ്ടി എന്നൊക്കെ. യാ പറഞ്ഞു. ഈ വിഭൂഷണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ എടുത്തണിഞ്ഞാൽ അത് മറ്റേതൊരാളെക്കാളും യോജിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു മാഡം എനിക്ക്. ഓ മൈ ഗോഡ്. യെസ് മാഡം, ഹിജറകളും ഹുക്കേഴ്സും ഹയർ ടഗുകളും പെഡ്ലേഴ്സും പിന്നെ പേരറിയാത്ത ഒരുപാട് പിമ്പുകളും പ്രമാണിമാരുമെല്ലാം ഒരുമിച്ചൊഴുകുന്ന ബോംബെ മഹാനഗരത്തിലെ ട്രാഫിക് ജാമുകളിൽ ഒരു തെരുവ് തെണ്ടിയുടെ ജന്മം എടുത്ത് നിന്നിട്ടുണ്ട് നന്ദഗോപാൽ. ഉവ്വ് മാഡം, മറാത്ത ദൈനിക് സമാചാറിന്റെയും ഹിന്ദുസ്ഥാൻ ജാഗരണിന്റെയും ബോംബെ ക്രോണിക്കലിന്റെയും ട്രൂ ലൈഫിന്റെയും എല്ലാം കോപ്പികൾ ദാ ഇങ്ങനെ വാരി അടുക്കി പിടിച്ച് തലക്കെട്ടുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് തെരുവുകൾ തോറും ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് നന്ദൻ. ആസ് എ ന്യൂസ് പേപ്പർ ബോയ്, ആസ് എ സ്ട്രീറ്റ് ഏർച്ചൻ. എന്താ അങ്ങനെ ഒരാളെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മാഡത്തിന് എന്റെ ഇപ്പോഴത്തെ ഈ സ്ഥാനത്ത്? ഏയ് നോ മിസ്റ്റർ നന്ദൻ, നിങ്ങൾ വെറുതെ തമാശയ്ക്ക്. യു ആർ ജസ്റ്റ് ട്രൈ ടു ഫൂൾ മീ. ഐ വുഡന്റ് ബിലീവ് യു. But then you have to. And if it still does pester you, madam, mind you, അങ്ങനെ ഒരു ഭൂതകാലം അനുഭവിച്ചറിഞ്ഞവന് ഇന്നത്തെ പോലൊരു സീനിൽ വന്ന് പെട്ടാൽ ചിലപ്പോൾ നിയന്ത്രണം അറ്റൂന്ന് വരും, ഒരുപക്ഷെ അറിയാതെ പൊട്ടിത്തെറിച്ചു വരും. അക്രമം ചെയ്യുന്നത് എത്ര വലിയ അധികാര സ്ഥാനത്തുള്ളവനായാലും അറിയാതെ അവന്റെ തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചു വരും നന്ദൻ. So does that explain the indignation part? No, I just don't want to believe this, and I swear I wouldn't ever. And madam, just one more thing. Yes? Is he so cheap എന്ന് വിളിച്ചു ചോദിച്ച് തൊലിയുരിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്താ അവളുടെ പേര്? വിമലാ ശങ്കർ, വിമൻസ് വേൾഡ്. ഒന്ന് വിളിച്ച് പറഞ്ഞു കൊടുത്തേക്കണം ഈ നന്ദഗോപാലിന്റെ ഒരു പൂർവ്വകാല ചരിത്രം വളരെ വളരെ വഷളാണ് എന്ന്. Or shall I call her straight? അയ്യോ വേണ്ട. Then please. I'm telling you, I'm just totally fed up with this whole setup. And I swear I'll kill that beggar, that Kunitaram beggar. And hell. I'm sorry. Get out of my way now. Hey, Stupid. just a minute, Bibin. Hey. You know something about Hey, Nandan? He has such real criminal Listen, background. please, madam. You know, ശരിക്കും തെരുവിൽ പിച്ച തന്നെ നടന്ന ആളായാള്. അതുകൊണ്ടാ ഇന്ന് ബെഗർ ബോയിന് Get പോലീസ് lost, you old hag. You? Full of creeps in this place. And full of mouth. I swear. Enough is enough. പത്രമാഫീസിലല്ല, Can't take ഈ it. ഇന്ത്യ മഹാരാജ്യത്തോട് തന്നെ അടച്ചു പുച്ഛമുള്ള ഏതെങ്കിലും മൾട്ടിനാഷണലിന്റെ PRO കസേരയിൽ കൊണ്ട് ഇരുത്തി കൊടുക്കണം ഈ പെമ്പ്രനോത്തിയെ, ഈ മാഡം വസുന്ധര തമ്പിയെ. അല്ലേ മാഷ്? Excuse me, boss. യെസ്. കഷ്ടമാണ് ബോസ്, ശരിക്കും കഷ്ടം. This is too bad. ദാ നോക്കണം,
ബോസ് പ്രത്യേകം അസൈൻ ചെയ്തിട്ട് പോലീസിന്റെ ബൂട്ട്സിന്റെ ബാറ്റിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടെടുത്താ ഞാൻ ഈ ഫോട്ടോഗ്രാഫ്സ്. ബട്ട് സീ വാട്ട് ഹാപ്പൻസ് നൗ. സീ യു സീ. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? താൻ ഇത്രയ്ക്ക് അങ്ങോട്ട് അന്താളിക്കാൻ? ഓൾ സ്ക്രൂഡ് അപ്പ് ബോസ്. ദാ ഇതിലിപ്പോ ഒരൊറ്റ എണ്ണം വരാൻ പോകുന്നില്ല നാളത്തെ കേരള രശ്മിയില്. Why? That കുരുവിത്തരം beggar is screwing up the designs, boss. ചോദിച്ചപ്പോ ഇതെല്ലാം എടുത്ത് ട്രാഷ് ബാഗിൽ കൊട്ടാൻ പറയുന്നു അയാൾ. അപ്പൊ പിന്നെ പേജ് ഓക്കെ ചെയ്തു എന്ന് മാഷ് പറഞ്ഞത്? ചെയ്തതാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ ഫലം നന്ദൻ? ഇതിപ്പോ എന്നോടോ ഇയാളോടോ ഒന്നും ആവില്ല ശത്രുത. പുതുതായിട്ട് ഒരാൾ ഇങ്ങനെ വന്നിറങ്ങിയപ്പോ ഇതുവരെ വച്ച് അനുഭവിച്ചിരുന്ന അധികാരങ്ങൾ ഓരോന്നിങ്ങനെ കൈവിട്ടു പോകുന്നതിന്റെ വെമ്പലാവും അയാൾക്ക്. അല്ലാതെ വേണ്ട നന്ദൻ, അയാളെ വെറുതെ ശത്രുവാക്കാവുന്നല്ലാതെ. ഹലോ മിസ്റ്റർ ബേബിച്ചൻ. അതെ, കുരുവിത്തടം ബേബിച്ചൻ. ഇതാരാണാവോ? ഓ, മറ്റവനാ. ഓ, ആ എന്നതാണാവോ? അല്ല മിസ്റ്റർ കുരുവിത്തരം, ഫ്രണ്ട് പേജിൽ എന്താണാവോ ഒരു കൺഫ്യൂഷൻ? വാട്ട് കൺഫ്യൂഷൻ? നോ കൺഫ്യൂഷൻ. സം സ്മാൾ ചേഞ്ചസ്. ഓക്കെ, ഹോൾഡ് ഇറ്റ്. എന്തോ? ഐ സെഡ് ജസ്റ്റ് ഹോൾഡ് ഇറ്റ്. നന്ദഗോപാലൻ വന്ന് കേറിയിട്ട് ആഴ്ചയൊന്നും തികഞ്ഞിട്ടില്ല, എന്നിട്ട് അന്നേരമാ അവന്റെ ഒക്കെ ഒരു ഹോൾഡിറ്റ്. എടോ കുട്ടിക്കാരൻ, എടോ ഈ കണ്ട പന്ന കൽപ്പിച്ചാൽ ഉടനെ കുരുവിത്തരം പേടിച്ച് എന്നാടോ പേടിച്ചങ്ങ് കാല് വഴി മുള്ളുവോ? അല്ല അത് എടോ മുള്ളുവോ എന്നാ ചോദിച്ചേ. നോ, എന്തൊക്കെയാണാവോ നിങ്ങൾ ഉദ്ദേശിച്ച സ്മോൾ ചേഞ്ചസ്? അത് പിന്നല്ലാണ്ട് നന്ദഗോപാലിന്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണെന്നും പറഞ്ഞ് ഇവരെടുത്തോണ്ട് വന്ന കുടിവെള്ള പ്രക്ഷോഭം, മറ്റേ വൈപ്പിക്കരക്കാരനെ, അതിപ്പോ ആണ്ടി 366 ദിവസമുള്ള സോക്കേടായവനൊക്കെ ഈ ചമരം നോ ന്യൂസ് വാല്യൂ. അതുകൊണ്ട് അതെടുത്ത് ഒറ്റ ഏറെ കരുതിട്ട് പകരം ആ സ്പേസിൽ നമ്മൾ താതെ ഇവരെ അങ്ങോട്ട് കയറ്റും മെയിൻ സ്റ്റോറി ആയിട്ട് വിത്ത് ബാനർ ഹെഡ്ലൈൻ. ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചു. കൂർലോസിന്റെ സിംഹാസനാരോഹണം 28-ന്. അപ്പത്തൊന്നും ക്രിസ്ത്യാനിച്ചായമാണെന്ന് അല്ലല്ലോ, നമുക്കെല്ലാ സമുദായക്കാരും വേണം. വേണ്ടേടോ? വേണം. അതുകൊണ്ട് ഫ്രണ്ട് പേജ് നമ്മള് ഇതൊക്കെ കൂടെ ചേർത്തങ്ങ് ബാലൻസ് ചെയ്യുന്നു. അതായത് കൊച്ചി വിമാനത്താവളത്തിൽ സ്വാമി സച്ചിൻബയാനന്ദ രമാഭാരതിജിക്ക് പൂർണ്ണകുംഭം. പിന്നെ നമ്മുടെ മോണിക്ക അടിവസ്ത്രത്തിൽ പിരണ്ടത് വെറും കറയോ അതോ എങ്ങനെ? എല്ലാം കൂടെ ചേർത്ത് നല്ല ഇതായിരിക്കും അല്ലേ? അതെ, നല്ല ഇതായിരിക്കും. ഫ്രാൻസിസ്, എടുത്ത് മാറ്റിക്കോളൂ ഇതെല്ലാം. ജസ്റ്റ് ഇറേസ് ദ പേജ്. പിന്നെ സ്ഥാനാരോഹണം 28-ന്, അതായത് ഇനിയും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട്, എന്നിട്ടേ ഉണ്ടാവൂ ചടങ്ങ്. അല്ലേ മിസ്റ്റർ കുരുവിത്തനം? അല്ല, അത് പിന്നെ ഈ തിരുമേനിമാരെ സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു കർട്ടൻ റൈസർ. കൂർലോസ് സിംഹാസനത്തിലോട്ട് കയറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നാളെ കഴിഞ്ഞ് എസ്തപ്പാനോസിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് സുപ്രീം കോടതി. വിധി വരട്ടെ, എന്നിട്ട് മതി കർട്ടൻ പൊക്കുന്നതും ബാലൻസ് ചെയ്യാൻ ഈ കാവിക്കൊടി പൊന്തിക്കുന്നതും ഒക്കെ. എന്താ? എടോ നന്ദഗോപാല, അതെ താണ്ടെ ഈ സഭാവിഷയങ്ങളിലും പിന്നെ തിരുമേനിമാരുടെ കാര്യങ്ങളിലും ഒക്കെ പണ്ട് പുരാതന കാലം മുതൽക്ക് ഇങ്ങോട്ട് ചില നടപ്പ് രീതികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ കേരളശ്മിക്ക്. ഇനി അതിന്റെ പുറത്തോട്ടു കൂടെ കയറി താനെന്റെ തൊഴിൽ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഓരോരുത്തന്മാരെ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും തോംസൺ ഫൗണ്ടേഷനിൽ നിന്നും ഒരുമാതിരി വെളുവളാന്നിരിക്കുന്ന സായിപ്പന്മാരുടെ അങ്ങൂന്നും ഒക്കെ ഓരോ ഗുണവധികാരവും പഠിച്ചോണ്ട് ഇറങ്ങിക്കോളും ബാക്കിയുള്ളവരെ ഉണർത്താനായിട്ട്. എടോ കുഞ്ഞേ, താണ്ടേ അതൊക്കെ ഡൽഹിയില് അങ്ങ് കോണാട്ട് പ്ലേസിൽ കൊണ്ട് ഇറക്കിയാച്ചാ മതി. ഇവിടെ വേണ്ട, ഇവിടെ ചെലവായില്ല. കേട്ടല്ലോ? Now come on all of you trainees. ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം ഒരല്പം നേരത്തേക്ക് പ്ലീസ്. ഇവളൊന്നും ഒരുത്തരും എങ്ങോട്ട് ഇറങ്ങുന്നുമില്ല, ആരും വിട്ട് ചലിക്കുന്നുമില്ല. നിക്കടോ അവിടെ. ഉദ്ധരിച്ചു പിടിച്ചോണ്ടുള്ള വരവായിരുന്നല്ലോ സാറേ, എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? ഇതുങ്ങളെ കേട്ടാലും ഉരിഞ്ഞു പോവായിരിക്കും തന്നെ. Shut your filthy rattle trap you. Now look, കർത്താവിന്റെ കുരിശാരോഹണത്തെക്കാൾ മഹത്തരമാണ് കപട സന്യാസിമാരുടെയും മെത്രാനച്ചന്മാരുടെയും ഡെമി ഗോഡ്സിന്റെയും എല്ലാം കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാൽ ചരമക്കോളങ്ങളടക്കം ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വെക്കാനുള്ളതാണ് പത്രപേജ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഏത് കൊട്ടിഘോഷിച്ച പാരമ്പര്യത്തിന്റെ പേരിലായാലും ശരി, ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ടാവണം പത്രലേഖകന്മാർക്ക്. സോ ഡോണ്ട് എവർ ലെറ്റ് ദാറ്റ് സെറ്റ് ഇൻടു യുവർ ബ്രെയിൻസ്. Don't ever let that set your standards.
And don't ever let that deceive your discretions. And then, വൈറ്റ് ഹൗസിലെ അടിച്ചുകളിക്കാരിയുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറ പുരണ്ടുപോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും വേണ്ടി വന്നാൽ മണപ്പിച്ചും പരിശോധിക്കാൻ അറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയയുടെ 4th റേറ്റ് പാപ്പരാസി സംസ്കാരം ആവരുത്. ദാ കണ്ടില്ലേ, മക്കളെ നെഞ്ചോട് അടുക്കിപ്പിടിച്ച് മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ കളക്ടർമാരടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് വടിക്കലും ചെന്ന് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോ പോലീസിന്റെ തെറിയും നെറികേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ട പൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. സോ മിസ്റ്റർ കുരുവിത്തനം, ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചായന്റെ നേർബങ്ങളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു മിന്നു കെട്ടിപ്പോയി എന്നതും വലിയ വലിയ തിരുമേനിമാരെ വേണ്ടതുപോലെ കൃത്യമായി സുഖിപ്പിക്കാൻ അറിയുന്നു എന്നോ ഒന്നും ആവരുത്. ദാ ഇതുപോലൊരു കസേരയിൽ കയറി മലർന്നിരിക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ്. ഡു യു ഗെറ്റ് മീ? Just shut up. മാഷെ, now you just redo the page. Yes. And he will not dare trouble you, right? Okay.